വാപ്പ അള്ളാഹുവിന് കോപമാ. രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടമല്ല. ഈ കിടക്കണ സമയത്ത് കമിഴ്ന്ന് കിടക്കൂലേ? കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരില്ലേ? കമിഴ്ന്നല്ലേ പറയാ? എനിക്ക് ഇങ്ങടങ്ങ ഭാഷ എന്റെ ഭാഷയും വ്യത്യാസമുള്ളൂ. പേടിച്ചിട്ടാ എന്തായാലും ആയിപ്പോയ പേടി. അള്ളാഹൊക്കെ മാറാകട്ടെ. ഇങ്ങനെ കമിഴ്ന്ന് കിടക്കൂലേ? ചിലര് കിടന്നുറങ്ങുന്നത് ഇങ്ങനെ. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉറക്കവാ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ മുണ്ടും വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുക. ചെറുപ്പക്കാരുടെയൊക്കെ പാന്റ് സുബ്ഹാനല്ലാഹ്. ബാത്റൂമിലൊക്കെ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെരിയാണിക്ക് താഴെ ഇട്ടിട്ട് കീറി പറഞ്ഞിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ച് നജസ്സുവാക്കി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രം പൊക്കി കൊടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ചിലർക്ക് താഴ്ന്നു കിടക്കും. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം അങ്ങനെ താഴുമായിരുന്നു. കാരണം അത് ചിലർക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരികളെ അള്ളാഹു നാളെ നാണം കെടുത്തി പരലോകത്ത് കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.